ഭക്ഷണം കഴിക്കണമെന്നാണല്ലോ പറയാറ്. രാവിലെ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ചാകും അന്നത്തെ ഊർജവും. അതിനായി നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് രാഗി ഇഡ്ഡലിയും സാമ്പാറുമാണ്. രാഗി കഴിക്കുന്നതിലൂടെ നമുക്ക് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവും വർദ്ധിക്കുന്നു. ഇനി നമുക്ക് രാഗി ഇഡ്ഡലി തയ്യാറാക്കാം. അതിനായി ആവശ്യമുള്ളത് 2 ഗ്ലാസ് അരിയും 1 ഗ്ലാസ് ഉഴുന്നും പിന്നെ 1/2 സ്പൂൺ ഉലുവയുമാണ്. പിന്നെ 1 കപ്പ് രാഗിയും. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം. എന്നിട്ട് ഈ അരി ഇതിലോട്ടിടാം. ഇനി നമുക്ക് ഉഴുന്നും ഇടാം. ഇനി 1/2 സ്പൂൺ ഉലുവയും ഇടാം. ഇനി നമുക്ക് ഇത് 5 മണിക്കൂർ കുതിർക്കാൻ വെക്കാം. ഇപ്പോൾ 5 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. 2-3 തവണ വേണം കഴുകിയെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് ഞാൻ 1 കപ്പ് രാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇടാം. ഇനി വെള്ളമൊഴിക്കാം ആവശ്യത്തിനാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കാം. മിക്സ് ചെയ്ത രാഗി ഇനി നമുക്ക് ഈ മിക്സ് ബാറ്ററിലോട്ട് ഇടാം. എന്നിട്ട് ഒന്നും കൂടി നല്ലപോലെ അരച്ചെടുക്കാം. ഇനി ഈ മിക്സ് ചെയ്ത ബാറ്റർ ഒരു പാത്രത്തിലോട്ട് ഒഴിക്കാം. ഇനി 1/2 സ്പൂൺ ഉപ്പ് ഇതിലോട്ട് ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി ഈ ബാറ്റർ ഒന്ന് അടിച്ചു വെക്കും. ഇനി ഇത് നമുക്ക് 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അത് അടുപ്പത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇതാണ് നമ്മുടെ രാഗി ഇഡ്ഡലി. ഇത് നോക്കിക്കേ, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഇത് നമുക്ക് സാമ്പാറോ ചട്നിയോ വെച്ച് കൂട്ടി കഴിക്കാവുന്നതാണ്. രാഗി ഇഡ്ഡലിയും സാമ്പാറും തയ്യാറായിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് പ്രഭാത ഭക്ഷണമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്.